ഹലോ എവരി വൺ, ഷറാസ് ഫുഡ് ഹബിലെ ഒരു പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കേരള സ്റ്റൈൽ വെജ് ഫ്രാങ്കി ആണ് കേട്ടോ. ഇത് ശരിക്കും ഒരു ബോംബെ സ്ട്രീറ്റ് ഫുഡാണ്, പക്ഷേ കേരളത്തിൻ്റെ ഒരു സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാനൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വെജ് ഫ്രാങ്കി തയ്യാറാക്കി എടുക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു പൊട്ടാറ്റോ മിക്സ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ മതി. അതിലേക്ക് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിനിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ചെറിയ രണ്ട് പൊട്ടാറ്റോ ഞാൻ വേവിച്ചെടുത്തിരുന്നു. അതൊന്ന് ഉടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ശരിക്കൊരു ബോംബെ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ അവർ ചാട്ട് മസാലയും പനീറൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ കേരളത്തിൻ്റെ ഒരു സ്റ്റൈലിൽ നമ്മുടെ പൊടികളൊക്കെ വെച്ചിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചാറ്റ് മസാലയും പനീറൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊരു വേറെ ടേസ്റ്റ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ പൊട്ടാറ്റോ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെജ് ഫ്രാങ്കി ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. റോൾ ചെയ്യാൻ വേണ്ടി ഞാനൊരു ചപ്പാത്തി ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈവണായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഏതാണെന്നെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച കാബേജ് ചേർത്ത് കൊടുക്കും. കുറച്ച് ക്യാപ്സിക്കം സ്ലൈസ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം പൊട്ടാറ്റോ മിക്സ് എടുത്തതിന് ശേഷം ഒന്ന് റോൾ ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുക്കാം. ഒരു സിലിണ്ടർ ഷേപ്പിലൊന്ന് റോൾ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഒരല്പം ഗ്രീൻ ചട്നി ചേർത്ത് കൊടുക്കാം. ഗ്രീൻ ചട്നി എല്ലാവർക്കും അറിയാവുന്നതാവും. ഞാൻ പുതിനയിലയും മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് തയ്യാറാക്കിയ ഒരു ഗ്രീൻ ചട്നിയാണ്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ കാണിക്കുന്നത് പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ടൈറ്റായിട്ട് ഒന്ന് റോൾ ചെയ്യാം. ഇനി ഇതിനൊന്ന് ഒരു ഫോയിൽ പേപ്പർ കൊണ്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെജ് ഫ്രാങ്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇവിടെയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഞാനിടുന്ന പുതിയ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്